ഡോർബെൽ അടിക്കുന്നത് കേട്ടാണ് നനഞ്ഞ കൈവിരലുകൾ നെറ്റിയിൽ തുടച്ചുകൊണ്ട് കൃഷ്ണ ധൃതിയിൽ വാതിൽ തുറന്നത്. ആഹാ, വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതാണോ ഓടി വന്നത്? ഭർത്താവിൻ്റെ ഇരുണ്ട മുഖവും കടുത്ത വാക്കും കേട്ട് ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ മറുപടി അല്ലെങ്കിലും അയാൾ അർഹിക്കുന്നില്ലെന്ന് തോന്നി. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ കാണുന്നതാണല്ലോ ഈ സംശയം. തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കരണം പുകയ്ക്കുന്ന പ്രതികരണമാണ് സമ്മാനമായി കിട്ടുന്നത്. വാതിൽ തുറക്കാൻ ഒന്ന് താമസിച്ചു പോയാൽ ഏതവനാടി അകത്ത് എന്നായിരിക്കും ചോദ്യം. കരയ്ക്ക് കൂടിയും വെള്ളത്തിൽ കൂടിയും വയ്യെന്നായിരിക്കുന്നു. സംശയരോഗം കൂടി എറിഞ്ഞു പൊട്ടിച്ച ഫോണുകൾ 3 എണ്ണം. ഇനി ആകെ കയ്യിലുള്ളതിൻ്റെ ആയുസ്സും പ്രവചനാതീതം. ദേഷ്യം കൂടുമ്പോൾ തൊട്ടും തൊടാതെയും മുനവച്ചുള്ള പ്രയോഗങ്ങൾ അവളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. പുതിയൊരു വീട്ടിൽ താമസത്തിന് വന്നപ്പോഴും ചുറ്റുപാടുമുള്ള വീടുകളിലേക്കായിരുന്നു അയാളുടെ ശ്രദ്ധ മുഴുവനും. ഏതെങ്കിലും ചെറുപ്പക്കാരായ ആണുങ്ങൾ തൊട്ടടുത്ത് താമസത്തിന് വന്നാൽ അതും അവളുടെ കുറ്റമായിരുന്നു. അങ്ങനെ നോവുകൾ മുഴുവൻ സ്വയം ഏറ്റുവാങ്ങി കഴിയവെയാണ് അയാൾ ഭാര്യയെയും മക്കളെയും കൂട്ടി കുറെ ദൂരേക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നത്. രസീത് എടുക്കാൻ പോയ ഭർത്താവിനെ കാത്തു നിൽക്കുമ്പോൾ എതിരെ വരുന്ന 2 ചെറുപ്പക്കാരെ കണ്ട് കൃഷ്ണയുടെ ഉള്ളൊന്ന് വിറച്ചു. അവളെ കണ്ടപ്പോഴേക്കും അവരിൽ ഒരാൾ നിറച്ചിരിയോടെ അടുത്തേക്ക് വന്നു. പഴയ കുറെ ഓർമ്മകളുടെ ജാലകം അറിയാതെ മുന്നിലേക്ക് തുറന്നിട്ടതുപോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത്. പരസ്പരമുള്ള ഓർമ്മ പുതുക്കലുകൾക്കിടയിൽ ഭർത്താവ് അടുത്തേക്ക് വരുന്നത് കണ്ട അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ? ദേ ഏട്ടാ, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. വല്ലവിധേനയും അവൾ പറഞ്ഞൊപ്പിച്ചു. ഒരു ചിരി മുഖത്ത് ഫിറ്റ് ചെയ്ത് അയാൾ ഷേക്ക് ഹാൻഡിനായി കൈനീട്ടി. 2 പേരും സംസാരിക്കുമ്പോൾ കയ്യിലിരുന്ന കൊച്ചുമോൾ താഴെ മണ്ണിലിറങ്ങാനായി ശാഠ്യം പിടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഭർത്താവിൻ്റെ മുഖം വല്ലാതെ ഇരുണ്ടിരുന്നു. വീട്ടിൽ എത്തുമ്പോഴും ഒന്നും മിണ്ടാതെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന അയാളോട് എന്തെങ്കിലും ഒന്നും മിണ്ടാൻ അവളും ഭയന്നു. കിടപ്പുമുറിയിലെ സ്വകാര്യ നിമിഷങ്ങളിലാണ് പ്രതീക്ഷിച്ചിരുന്ന ആ ചോദ്യം ഓർക്കാപ്പുറത്ത് വന്നു വീണത്. എത്ര നാള് പ്രേമിച്ച് നടന്നു? ഒന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. കൊള്ളാം, കൂടെ പഠിച്ച എല്ലാവരെയും പ്രേമിക്കാൻ എനിക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ചുഴിഞ്ഞു നോക്കുന്ന ആ കഴുകൻ കണ്ണുകളിൽ ഉള്ളിലെ എല്ലാ വിചാരങ്ങളെയും പിടിച്ചെടുക്കാനുള്ള കാന്തശക്തി ഉണ്ടായിരുന്നു. ഒരു ഇരയെ പിടിക്കാൻ തക്കം പാർക്കുന്ന കുറുക്കൻ്റെ കൂർമ്മ ബുദ്ധിയാണ് അല്ലെങ്കിലും അയാൾക്ക്. എങ്കിലും ഇക്കാര്യത്തിൽ മാത്രം അവൾക്ക് ചെറിയൊരു വാശി തോന്നി. എന്തിനും ഏതിനും സംശയിക്കുന്ന അയാളുടെ ചിന്തകൾ മാത്രമാണ് ശരിയെന്നുള്ള ധാരണ പൊളിച്ചെഴുതണമെന്ന് തോന്നി. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല, വഞ്ചകികൾ. അതെ, പെണ്ണിനെ മാത്രമല്ല, ഒരൊറ്റ ആണിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല, ചതിയന്മാർ. ഒരമ്പരപ്പോടെ തന്നെ നോക്കുന്ന അയാളുടെ ഉള്ളിലെ ഭാവം താൻ ഇതിനു മുൻപും പലപ്പോഴും കണ്ടിട്ടുള്ളതാണല്ലോ. കൃഷ്ണ ഉള്ളിൽ ചിരിച്ചു. അല്ലെങ്കിലും ഒരുപാട് സംശയിക്കുന്ന ഏതൊരാളുടെയും ഉള്ളിൽ ഉണ്ടാവും എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. ഇനിയും താൻ വെറും ഒരു പൊട്ടിയാണെന്ന ധാരണ തിരുത്തിയേ മതിയാകൂ എന്ന് ഉള്ളിലിരുന്ന് ആരോ അവളെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്നു. വെറുതെ എന്നെ സംശയിക്കേണ്ട. അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ശ്രീബാലയാണ്. നിങ്ങളുടെ പഴയ ആ കാമുകിയുടെ പേരും അത് തന്നെയാണല്ലോ അല്ലേ? ഓർമ്മയുണ്ടോ ആവോ? രക്തം പോലെ ചുവന്ന ഭർത്താവിൻ്റെ മുഖം കാണാതിരിക്കാൻ തിരിഞ്ഞു നിന്നാണ് ബാക്കി പൂർത്തിയാക്കിയത്. നിങ്ങളുടെ പ്രേമത്തെക്കുറിച്ചൊന്നും പാവം രാജീവിനറിയില്ല കേട്ടോ. ഞാനായിട്ട് ആരുടെയും ജീവിതം തകർക്കാനുമില്ല. പക്ഷെ എല്ലാവരും എന്നെപ്പോലെ ആകണമെന്നുമില്ല. പിന്നിൽ വല്ലാത്തൊരു കൊടുങ്കാറ്റ് അലയടിക്കുന്നുണ്ടെന്ന് ഭയാനകമായ ആ നിശബ്ദത വിളിച്ചോതി. ചോദ്യങ്ങളും പറച്ചിലുകളും ഒന്നും ഇങ്ങോട്ടുണ്ടായില്ല. ഇത് കുറച്ച് നേരത്തെ വേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു. മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു. പക്ഷേ പുറത്തേക്കിറങ്ങിപ്പോയ ആളിൻ്റെ മനസ്സെരിയുന്നത് തനിക്ക് മാത്രമേ അറിയൂ. കുറച്ചൊന്ന് എരിയട്ടെ. അവൾക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തി തോന്നി. എപ്പോഴോ മുറിയിലേക്ക് ആൾ കയറി വരുന്നതും വാതിൽ കൊളുത്ത് വീഴുന്നതും ഉറക്കം നടിച്ചു കിടന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. നേരം ഒരുപാടായിരിക്കുന്നു. തനിക്ക് പുറം തിരിഞ്ഞു കിടക്കുന്ന ഭർത്താവിൻ്റെ കൂർക്കം വലികൾ കേട്ട് ഉറക്കം വരാതെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ശബ്ദം കേൾപ്പിക്കാതെ അലമാര തുറന്ന് വർഷങ്ങളായി തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കവർ കൃഷ്ണ മെല്ലെ പുറത്തെടുത്തു. അതിനുള്ളിൽ നിറയെ പഴയകാലത്തെ കുറെ കത്തുകളും ഫോട്ടോസും നിറം മങ്ങി തുടങ്ങിയിരുന്നു. കത്തുകൾ കുറേ തവണ വായിച്ചു മടുത്തവയാണ്. ഒട്ടിച്ചേർന്ന നിലയിൽ കുറച്ച് ഫോട്ടോകൾ അവൾ മെല്ലെ ഇളക്കിയെടുത്തു. ഒരു സുന്ദരിയായ യുവതിക്കൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോയിലേക്ക് അവൾ ഉറ്റുനോക്കി. അയാളുടെ അത്രയും മനോഹരമായ ചിരി അവൾ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാമുകിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അയാളുടെ കൈവിരലുകളുടെ അത്രയും ശക്തി ഇതിനു മുൻപ് ഒരിക്കലും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
വിവാഹം കഴിഞ്ഞു വന്ന ആദ്യ നാളുകളിൽ തന്നെ അവൾ ഈ ഫോട്ടോകളും കത്തുകളും കണ്ടിരുന്നു. പക്ഷെ ഒന്നും അറിഞ്ഞുമട്ട് കാണിച്ചില്ല. നശിപ്പിച്ചു കളയാൻ കഴിയാഞ്ഞിട്ടായിരുന്നുവോ അതൊക്കെയും സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് പോലും സംശയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അയാളുടെ മുൻപുള്ള ജീവിതത്തിൻ്റെ മറിച്ചു കഴിഞ്ഞ താളുകളായിരുന്നതിനാൽ വീണ്ടും ഒരിക്കൽ ആ അധ്യായങ്ങൾ തുറന്നു നോക്കാനും ജീവിതം നരകതുല്യമാക്കാനും അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പ്രണയം മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? എല്ലാം ഉള്ളിലടക്കിയിട്ടും ക്ഷമിച്ചിട്ടും തനിക്കിതുവരെയും നേരിടേണ്ടി വന്നത് കടുത്ത അപമാനങ്ങളും സംശയത്തിൻ്റെ കൂരമ്പുകളുമായിരുന്നുവല്ലോ. ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട കൂടെ പഠിച്ച ആളിനെ പോലും സംശയിച്ച ഭർത്താവിനോട് അവൾക്ക് ആദ്യമായി സഹതാപം തോന്നി. വെറും സഹതാപം. ഒരിക്കൽ ഒരു കല്യാണത്തിനാണ് രാജീവിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നത്. കോളേജിൽ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപിലുണ്ടായിരുന്ന രാജീവിനെ എല്ലാവർക്കും വലിയ കാര്യവുമായിരുന്നു. കണ്ട മാത്രയിൽ ഓടിവന്ന ആളിൻ്റെ സ്നേഹാന്വേഷണങ്ങൾ തന്നെയും വല്ലാതൊന്ന് അത്ഭുതപ്പെടുത്തി. കുടുംബത്തെ പരിചയപ്പെടുത്താൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ രാജീവ് അയാളുടെ ഭാര്യയെക്കുറിച്ചും 2 പെൺകുഞ്ഞുങ്ങളെക്കുറിച്ചും വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ പേരുടെ ഇടയിലിരുന്ന യുവതിയെ അടുത്തേക്ക് കൈയാട്ടി വിളിക്കുമ്പോൾ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് സന്ദേഹപ്പെട്ടുകൊണ്ടിരുന്നു. അടുത്തേക്ക് വന്ന ആളിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് രാജീവ് ഭാര്യയെ പരിചയപ്പെടുത്തിയത്. ശ്രീബാല എന്ന പേരിനോടൊപ്പം ആളും ഒരു സുന്ദരി തന്നെ. മാറി നിന്ന് കളിച്ചുകൊണ്ടിരുന്ന മക്കളെ അയാൾ ചൂണ്ടിക്കാണിച്ചു. സംസാരിക്കുമ്പോഴൊക്കെയും ഈ മുഖം എവിടെയാണ് മുൻപ് കണ്ടിട്ടുള്ളതെന്ന് പരതുകയായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയതും ആദ്യം അലമാരിയിലെ ആ പഴയ കവർ തപ്പിയെടുക്കുകയാണ് ചെയ്തത്. അതെ, ആ മുഖം തന്നെ. നെഞ്ചിനുള്ളിൽ ഒരു കരച്ചിൽ കൈയും കാലും വിട്ട് അടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ തൻ്റെ ഉള്ളിലെ രഹസ്യം ഈ നിമിഷം വരെയും ആരോടും പങ്കുവച്ചിട്ടില്ല. പല തവണ തൻ്റെ അഭിമാനത്തെ കുത്തി പരിക്കേൽപ്പിക്കുമ്പോൾ പോലും അറിയാതെ ഒരു പേര് നാവിൽ നിന്ന് വീണു പോകാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും രാജീവിനെ കണ്ടപ്പോൾ തൻ്റെ പൂർവ്വ കാമുകനെ കണ്ടെത്തിയതുപോലെ ആവേശത്തോടെ കൊമ്പ് കോർക്കാൻ വന്ന ആളിനോട് ശ്രീബാലയെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചതേയല്ല. പക്ഷേ വീണ്ടും വീണ്ടും അപമാനിച്ചു കൊണ്ടിരുന്ന അയാളോട് അന്ന് അവൾക്ക് വല്ലാത്തൊരു പക തോന്നി. ചില അറിവുകൾ താങ്ങാനാവാത്ത പ്രഹരമാണ് സമ്മാനിക്കുന്നത്. പക്ഷേ അതിൻ്റെ ശക്തി അറിഞ്ഞത് ഏറ്റവും മുൻപേ അവളായിരുന്നു എന്ന് മാത്രം. മനസ്സിന് വല്ലാത്തൊരു കനക്കുറവ് പോലെ. ഇതുവരെ ചാരം മൂടിക്കിടന്ന ഒരു രഹസ്യം മറനീക്കി പുറത്തു വന്നതിൻ്റെ വല്ലാത്ത ഒരു ആശ്വാസം അവൾക്ക് അനുഭവപ്പെട്ടു. കയ്യിലിരുന്ന കവറുകൾ തിരിച്ച് വീണ്ടും അലമാരിക്കുള്ളിൽ പൂഴ്ത്തിവെക്കാൻ മനസ്സ് വന്നില്ല. നാളെ രാവിലെ തന്നെ ആരും കാണാതെ എല്ലാം കത്തിച്ചു കളയണം. ഇനി പഴയതൊന്നും ഇവിടെ വേണ്ട. ഇനിയും സംശയം കൊണ്ട് ഇരുൾ മൂടുന്ന മനസ്സ് അയാളിൽ നിന്ന് പിഴുതെറിയപ്പെടണം. മുറിക്കുള്ളിൽ അതുവരെ തോന്നിയ ചൂട് കുറഞ്ഞ് വല്ലാത്തൊരു കുളിര് പടർന്നതുപോലെ അവൾ ഫാനിന്റെ സ്പീഡ് ലേശം കുറച്ച ശേഷം ഭർത്താവിനെതിരെ തിരിഞ്ഞുകിടന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.